നമസ്കാരം. നമുക്കറിയാം ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് 1 വർഷം നമുക്ക് യുകെയില് വണ്ടി ഓടിക്കാം പുതുതായിട്ട് വരുന്നവർക്ക്. അപ്പോൾ 1 വർഷം വണ്ടി ഓടിക്കാം, ഇൻഷുറൻസ് പോളിസി എടുത്ത് നമ്മളങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ 1 വർഷം കഴിഞ്ഞാല് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1 ഇയർ കഴിഞ്ഞാല് എക്സ്പയർഡ് ലൈസൻസ് ഇൻവാലിഡേറ്റ്സ് ഇൻഷുറൻസ് എന്നാ പറയാ. അപ്പം പോലീസ് നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കില് ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് തുല്യമായ ഒരു ഒഫൻസാണ് നമ്മള് കമ്മിറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഡെബിറ്റ് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇൻഷുറൻസ് അവിടെ കവർ ആയിക്കോളൂ എന്നുള്ള അതൊരു തെറ്റായ മിഥ്യാധാരണയാണ്. നമുക്ക് 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഷുറൻസ് ഇൻവാലിഡായി. എപ്പോഴും ഓർക്കുക, ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ, ഇൻഷുറൻസ് തരുന്നയാളും ഇൻഷുർ ചെയ്യപ്പെടുന്നയാളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ദർ ഷുഡ് ബി ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസി. ഇത് നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ ഫലത്തിൽ നമ്മൾ 2 ഒഫൻസാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. 2, എക്സ്പയർഡ് ലൈസൻസ് വെച്ച്, അതായത് ലൈസൻസും ഇല്ല ഇൻഷുറൻസും ഇല്ല എന്ന രീതിയിലാണ് ഒഫൻസ് വരുന്നത് അവിടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമുക്കൊരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മളെ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്യുക. ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ വിതിൻ 24 hours അവരെ ഇൻഫോം ചെയ്യുക. ചിലർ കാണിക്കുന്ന ഒരു റോങ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, ഇൻഷുറൻസ് പോളിസി കൂടുമെന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റായിട്ട് അവരുമായിട്ട് സെറ്റിൽമെൻറ്റിന് പോകും. നമ്മളൊരു കാര്യം ആലോചിക്കാം, 3 വർഷം വരെ മറ്റേ പാർട്ടിക്ക് സമയമുണ്ട് എന്തിന്, ഒരു ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ ഇഞ്ചുറി ആണെങ്കിലും ആക്സിഡൻ്റ് ആണെങ്കിലും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയും പോവും, പിന്നീട് അവർ ക്ലെയിമുമായിട്ട് വരാനും സാധ്യതയുണ്ട്. ഈ ഇൻഫർമേഷൻ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്റ്റാണ്. അവിടെ ഡിസോണസ്റ്റി ആയി അവർ ആ പോളിസി ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും സത്യസന്ധമായിട്ട് വേണം ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ പെരുമാറാൻ. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇൻഷുറൻസ് പോളിസിയിലെ കോണ്ടന്റ് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു നേഴ്സ് ഡ്യൂട്ടിക്ക് പോകായിരുന്നു, ഒരു യൂണിഫോം ഡ്യൂട്ടിക്ക് പോകാൻ പോലീസ് പിടിച്ചു. ഇൻഷുറൻസിനകത്ത് ഇവർ മെൻഷൻ ചെയ്തേക്കുന്ന കമ്മ്യൂട്ടിങ് എന്നുള്ളൊരു വേർഡ് അവിടെ ഇല്ല. ഇവർ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. കമ്മ്യൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് പോയി തിരിച്ചു വരാനുള്ള ഇൻഷുറൻസ് കവറേജാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോളിസി ഡോക്യുമെൻ്റ് നല്ലപോലെ ഉണ്ടായിരുന്ന ഓർത്ത് ഈ വക എക്സ്ക്യൂസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസിറ്റ് എന്നാണ് പറയുക. അതായത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ബീയിങ് ദ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി വി ആർ ബൗണ്ട് ടു നോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിക്കുന്ന കൂടുതൽ സംശയങ്ങൾക്ക്, ഡ്രൈവിംഗ് ഒഫൻസുമായിട്ട് സംബന്ധിക്കുന്ന കൂടുതൽ സംശയങ്ങൾക്ക് നമുക്ക് വീഡിയോയുടെ താഴെ മെയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.